കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മെ വളരെയധികം തളർത്തുകയും ഭയപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങി ശാരീരികമായി ഒരുപാട് വേദനിച്ച് അവർ വലിച്ചിഴച്ച് മർദ്ദിച്ച് അവശരാക്കി തടവറയിൽ കൊണ്ടാക്കി പൗലോസിനെയും സീലാസിനെയും. പൗലോസും സീലാസും അർദ്ധരാത്രിയോടടുത്തപ്പോൾ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ ഇട്ടിരുന്ന ചങ്ങലകൾ, കാൽവിലങ്ങുകൾ അതഴിഞ്ഞു വീണു. അത് മാത്രമല്ല, അവരുടെ തടവറയിലെ വാതിൽ തുറന്നു. മറ്റു പടയാളികളുടെയും ശരീരത്തിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണ് കാവൽക്കാർ ഭയന്ന് അവർ അവസാനം ഈശോയിൽ വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം എന്തുമാത്രം ദൈവത്തെ നാം സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു, അത് വലിയൊരു ശക്തിയാണ് എന്ന് ഈ സംഭവം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു. വേദനയിലും സങ്കടത്തിലും ദുരിതത്തിലും ദുഃഖത്തിലും അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയും നമ്മളും ദിവസവും നമ്മളായിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ പ്രഭാതത്തിലും രാത്രിയിലും അല്പസമയം ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീഴണം. നമ്മുടെ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക പീഡകളാകാം, ലൗകികമായിട്ടുള്ള മോഹങ്ങളാകാം, ആർഭാട ജീവിതമാകാം, മദ്യപാനത്തിനോടുള്ള ആസക്തിയാകാം, പുകവലി മയക്കുമരുന്നിൻ്റെ ബന്ധനങ്ങളാകാം. ഈ ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാൻ നാം ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ചങ്ങലകൾ മാത്രമല്ല, അവിടെയുള്ളവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ നാം കുറച്ച് സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നൊരു ദൈവമുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി കെണിയൊരുക്കുന്നൊരു ദൈവമുണ്ട്. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ 22 മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി കെണിയൊരുക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം ഈ സ്തുതിയുടെ സിംഹാസനത്തിൽ വന്ന് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ദിവസവും അല്പസമയം നമ്മളെ വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന വിഷയത്തെ, വ്യക്തികളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ചങ്ങലകൾ അഴിച്ച് അതെല്ലാം സ്വതന്ത്രമാകട്ടെ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ കുറച്ച് സമയം സ്തുതിയുടെ ആ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോ ഞങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും ഏതെങ്കിലും ബന്ധനത്തിലും ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാനും അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തുതിപ്പിൻ്റെ ഒരു വരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.